എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു റൈഡ് റിവ്യൂ ആണ്. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പോൾ ചെയ്തത് ഇതിൻ്റെ റൈഡ് റിവ്യൂ ചെയ്യാനായിട്ടാണ്. അപ്പോൾ റൈഡ് റിവ്യൂ കൂടാതെ നമുക്ക് ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ ഹാൻഡിൽ കവർ നോക്കാം. ഹാൻഡിൽ കവർ നോക്കുമ്പോൾ കണ്ട ഹാൻഡിൽ കവറിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. പിന്നെ നേരെ വലിയ വണ്ടി ആയതുകൊണ്ട് ഇൻഡിക്കേറ്റർ നോക്കുക. ഇൻഡിക്കേറ്റർ സ്ക്രാച്ച് വലിയ പ്രശ്നമില്ല, പൊട്ടിയിട്ടുണ്ടോ നോക്കുക. ഹെഡ്ലൈറ്റ് നോക്കുക കേട്ടോ. ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ടോ നോക്കുക. ഇപ്പർ സൈഡ് ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ടോ നോക്കുക. ആ വലിയ ഫെൻഡർ പീസ് പൊട്ടിയിട്ടുണ്ടോ നോക്കുക. സ്ക്രാച്ച് ഉണ്ടാവും എന്തായാലും പഴയ വണ്ടി ആയതുകൊണ്ട്. പൊട്ടൽ നോക്കിയാൽ മതി. സ്ക്രാച്ച് വലിയ പ്രശ്നമില്ല, നമുക്ക് റബ്ബ് ചെയ്തൊക്കെ എടുക്കാവുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡ് നോക്കാണ്ട് ചെറിയ 10 വർഷമായ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവും. പക്ഷേ പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരും. ഫ്രണ്ട് മഡ് ഗാർഡ് നോക്കുക. ഫ്രണ്ട് മഡ് ഗാർഡും സ്ക്രാച്ചേ ഉള്ളൂ, പൊട്ടിയിട്ടില്ല. ഫ്രണ്ട് ടയർ അത്യാവശ്യം ഒരു 10-70% ഉണ്ട്. കേബിൾസിനൊന്നും റെസ്റ്റ് ഇല്ല. പ്ലാറ്റ്ഫോം ഒന്നും കുഴപ്പമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് സ്വിച്ചസ്, ലിവറൊക്കെ ടൈറ്റ് ഉണ്ടാകും നോക്കുക. ലിവർ കുഴപ്പമില്ല. സ്വിച്ച് മങ്ങിയിട്ടുണ്ട്, പക്ഷേ ഫങ്ഷണലാണ്, കുഴപ്പമില്ല. മീറ്ററിൻ്റെ ഗ്ലാസ് നോക്കുക, മങ്ങിയിട്ടൊന്നുമില്ല. പിന്നെന്താ ബാക്കി സ്വിച്ചസ് എല്ലാം ഓക്കെ. സീറ്റ് നോക്കുക. സീറ്റ് പുത്തൻ സീറ്റ് അടിച്ചിട്ടേക്കണം. സീറ്റിൻ്റെ താഴെ വലിയ കവൾ നോക്കുക, അതും പൊട്ടിയിട്ടില്ല. ഈ സൈഡ് വലിയ പ്രശ്നമില്ല. സൈഡ് സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡൊന്നും റസ്റ്റഡ് അല്ല. ക്ലച്ച് ഓവർ, കിക്കർ, ലേഡീസ് ഹാൻഡ് റെസ്റ്റ് ഇതൊന്നും റസ്റ്റഡ് അല്ല. സസ്പെൻഷനൊന്നും കുഴപ്പമില്ല. പിന്നെ ബാക്ക് ടയറും അത്യാവശ്യമുണ്ട്. ഒരു 70-80% ബാക്ക് ടയർ ഉണ്ട്. പിന്നെ നോക്കേണ്ട വലിയ പീസ് ഗ്ലാസിൻ്റെ പീസ് വന്നത് ഇൻഡിക്കേറ്ററാണ്. ബാക്ക് സൈഡ് ഇൻഡിക്കേറ്റർ നോക്കുക. ടെയിൽ ലൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുക. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് നോക്കുക. എൻജിൻ്റെ സൗണ്ട് എങ്ങനെ നോക്കാം. എൻജിൻ സൗണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റോക്ക് സൗണ്ട് പോലെ തന്നെ തോന്നണം. വലിയ ഓട്ടോ ഓടിയിട്ടില്ല വണ്ടി. 22,000 മീറ്റർ കാണിക്കണം. എത്രത്തോളം എന്താ പറയുക, ഒറിജിനലാണ്. ചിലപ്പോൾ മീറ്റർ അടക്കം വെച്ച് നിന്നോട്ട് കേബിൾ മാറിയാലും ഇത്ര തന്നെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് ഓടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം വണ്ടി കയറിയിരിക്കുന്നത് ജസ്റ്റ് റൈഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നോക്കേണ്ടത് സീറ്റിംഗ് ആണ്. വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ സീറ്റിംഗ് ഇരിപ്പ് എങ്ങനെയാണ് നോക്കണം. കാരണം നമ്മൾ വണ്ടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് കാല് താഴെ തന്നെ പണി പാടില്ലേ. അതുപോലെ തന്നെ സീറ്റിൻ്റെ കുഷനിങ് എല്ലാം ഒന്ന് നോക്കണം. വീഡിയോയിൽ ഇരുന്നിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി ഞാൻ ആറടി പൊക്കമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏത് വണ്ടിയും ഇരുന്നാലും കാല് വലുതായിട്ട് പ്രശ്നം വരാറില്ല താഴെ താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കുഴപ്പമില്ല. പുതിയ സീറ്റ് ആയതുകൊണ്ട്, സീറ്റ് കവറ് പുതിയതായതുകൊണ്ട് നല്ല കുഷനിങ് കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ സ്വിച്ചസ് ഹാൻഡിൽ ബാറൊക്കെ നോക്കുക. സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് കുറച്ച് മങ്ങിയിട്ടുണ്ട്. സ്വിച്ചിൻ്റെ മുകളിൽ പെയിൻറ്റ് മങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വിച്ച് എല്ലാം ഫങ്ഷനിങ് ആണ്. ഇൻഡിക്കേറ്റർ പോകുന്നത്, ബ്രേക്ക് ലിവർ, ക്ലച്ച് ലിവർ 2 ബ്രേക്ക് ലിവറും അതുപോലെ തന്നെ ബാക്കി ഇപ്പോഴത്തെ ഹെഡ്ലൈൻ സ്വിച്ച് എല്ലാം ഫങ്ഷനിങ് ആണ്. മീറ്റർ വർക്കിംഗ് ആണ്. ഇതാ ഫ്യൂൽ ഗേജ് വർക്കിംഗ് ആണ്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെടുത്ത് നോക്കേണ്ടത് സസ്പെൻഷൻ കാര്യമാണ്. സസ്പെൻഷൻ ഇതിപ്പോൾ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക്കൊന്നുമല്ല, പഴയ മോഡൽ സസ്പെൻഷനാണ് വന്നത്. ബാക്ക് സൈഡ് സ്പ്രിംഗ് മോഡൽ സസ്പെൻഷനാണ് വന്നത്, ഡിയോ ആയതുകൊണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഓടിച്ചിട്ട് വലിയ അടുപ്പൊന്നും വന്നില്ല. കാരണം ചെറിയ പാലത്തിൻ്റെ മുറിവുകളില്ലേ, ആ മുറിവുകൾ വരുമ്പോഴും സാധാരണ ഒരു സസ്പെൻഷൻ മോശം നമുക്കൊരു അടി വരും. ഇതിനങ്ങനെ ഒരു അടി സൗണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റൈഡിങ് പൊസിഷൻ പൊതുവേ ഡിയോന് ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി നിവർന്ന് ഓടിക്കാൻ പറ്റുക. എനിക്ക് പൊക്കമുള്ളതുകൊണ്ട് എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് ഡിയോന് ഒരു 120-150 കിലോമീറ്ററൊക്കെ ലോങ്ങ്, വലിയ ലോങ്ങല്ല, എന്നാലും അത്യാവശ്യം വണ്ടികൾ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയൊരു 5-7 വരെയുള്ള പൊക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ടിരുന്ന് നിവർത്തിരുന്ന് ഓടിക്കാം. ഈ പൊക്കത്തേക്കുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരി വളച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഡിയോനുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയണം മറ്റു കാരണം വെച്ചാൽ വണ്ടിയുടെ വെയിറ്റാണ്. വെയിറ്റ് ലേഡീസിനായിക്കോട്ടെ മെൻസിനായിക്കോട്ടെ സുഖമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനും അതുപോലെ തന്നെ നമ്മൾ ഓടിച്ച് തിരിച്ചുകൊണ്ട് നോക്കാനും പറ്റും. ഏകദേശം ഒരു 110 കിലോ താഴെ വണ്ടിക്ക് വെയിറ്റ് വേണുള്ളൂ. അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് എടുക്കാനും തിരിച്ച് സ്റ്റാൻഡിലിട്ട് വയ്ക്കാനും ലേഡീസിനായാലും പെൺകുച്ചുങ്ങൾക്കായാലും സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഡിയോ. പിന്നെ നമുക്ക് വണ്ടിയുടെ ഡിയോൻ്റെ പിക്കപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് കിട്ടുന്ന, ഇൻസ്റ്റൻറ്റ് ടോർക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 110 cc എഞ്ചിനാണ്. ഏകദേശം 8-8.5 bhp പവർ നമുക്ക് കിട്ടുന്നതിന് ഔട്ട് കിട്ടുന്നത് പഴയ മോഡൽ. ഇത് HET എഞ്ചിനാണ്, BS3 അല്ല. ഇത് HET എഞ്ചിനാണ് വരുന്നത്. BS3 ആണ് ഇപ്പോൾ ഈ വണ്ടി. HET ഫസ്റ്റ് മോഡൽ 2015 മോഡലാണത്. ഇത് കഴിഞ്ഞ് 2016
കഴിഞ്ഞ് 18 BS4 വന്നത്. അപ്പോൾ HED എഞ്ചിൻ നല്ല പവർ കിട്ടുന്ന എഞ്ചിനാണ്. 125 ആക്റ്റീവ് 110 3Gയിലൊക്കെ സെയിം ടു സെയിം എഞ്ചിൻ തന്നെ യൂസ് ചെയ്തിരിക്കും. പക്ഷേ DO ആകുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി ട്യൂൺ ചെയ്ത് കുറേ കൂടി പവർ നമുക്ക് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ നല്ലൊരു എഞ്ചിനാണ്, നല്ല പവർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 40-45 മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടി തിരിക്കാനും വളരെ എളുപ്പമാണ്. ഫ്രണ്ട് പോർഷൻസ് എല്ലാം ഫൈബറാണ്. കോൺസെപ്റ്റ് എല്ലാം നല്ല സ്മൂത്താണ്. നമുക്ക് നിർത്തി തിരിക്കാനായിട്ട് സുഖമായിട്ട് തിരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഒരു ഹോണ്ട ഡിയോ എന്ന് പറയുന്നത്. ആക്റ്റീവിനേക്കാളൊക്കെ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. ആക്റ്റീവ് ആക്സസിനേക്കാളൊക്കെ സുഖമായിട്ട് ഈ ഡിയോ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അലമ്പ് സൗണ്ടൊന്നുമില്ല. എഞ്ചിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കില്ല. നമുക്ക് എക്സോസ്റ്റിൽ നിന്ന് ഒരു പുറപ്പെടുന്ന ഒരു സ്പോർട്ടി സൗണ്ട് മാത്രമേ ഡിയോന്ന് മെയിനായിട്ട് നമുക്ക് സൗണ്ട് വരുള്ളൂ. എഞ്ചിൻ സൗണ്ട് അങ്ങനെ തീരെ കിട്ടാത്തൊരു ഓട്ടത്തിൽ എഞ്ചിൻ സൗണ്ട് അങ്ങനെ അറിയില്ല. എക്സോസ്റ്റിൽ നിന്ന് ഒരു ചെറിയൊരു മൂളിച്ചുള്ള ഒരു സൗണ്ടാണ് ഇങ്ങനെ മെയിനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിയോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വലിയ കളിപ്പുള്ള സൗണ്ടൊന്നും ഡിയോ നമുക്ക് കിട്ടാറില്ല ഈ ചെടി എഞ്ചിന്. ഇത് ഓടിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന വൈബ്രേഷൻ്റെ കാര്യമാണ്. ഡിയോ HEDക്ക് നമുക്ക് മാക്സിമം ഒരു 80-85 കിലോമീറ്റർ അത്രയും മാക്സിമമേ നമുക്ക് ടോപ്പ് സ്പീഡ് കിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നോർമലി ടോപ്പ് സ്പീഡ് എത്രയാണ് പറയണത് കമ്പനി. എന്നാൽ തന്നെ ഞാൻ ഒരു 60-65 വരെ സ്പീഡിൽ മാക്സിമം ഓടിച്ചിട്ടുള്ളൂ. ക്വിക്കായിട്ട് കയറുകയും ചെയ്യും വണ്ടി. നേരെ ലീനിയറായിട്ടുള്ള ടോർക്ക് ഇട്ട് നേരെ അങ്ങോട്ട് കയറി പൊക്കോളും. വേറെ ലാഗോ ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 60 വരെ ഓടിച്ച് കാണിച്ചു തരാൻ വേണ്ടി വേറെ വലിച്ചില്ല. സാധാരണ വണ്ടികളിപ്പോൾ നമുക്ക് കുറച്ചൊരു ആക്റ്റീവ് അല്ലെങ്കിൽ ആക്സസൊക്കെ ഓടിക്കുന്നത്, ചില പഴയ വണ്ടികൾ ഓടിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ക്ലച്ചൊക്കെ ഓടുകയാണെങ്കിൽ ബാക്കിലേക്ക് ഒരു വലിയ ഫീൽ ചെയ്യും. ഇതിന് ആ ഒരു പ്രശ്നമൊന്നും ഇല്ല. നല്ല സ്മൂത്തായിട്ട് അങ്ങ് കയറി പോകും വണ്ടി. അത് പഴയ മോഡൽ ഡിയോൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡിയോ റെഡ് ബ്ലാക്ക് മിക്സും അതിൽ തന്നെ 3 കളറുണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ കൊണ്ട് റെഡ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മാറ്റ് ഗ്രേ വരുന്ന ആ ക്ലാസിക്കായിട്ട് ഫ്രീക്കം വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഇത്രയും എന്താ പറയുക ഡിമാൻഡ് വരുന്നത്. ഇപ്പോഴും 2015 വണ്ടി 35 രൂപ 38 രൂപ റേഞ്ചിലൊക്കെയാണ് ആളുകൾ എടുക്കുന്നത്. പവർ കാര്യങ്ങൾ എൻജിൻ ടോക്ക് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. നല്ല പിക്കപ്പിൽ ഇപ്പോഴും വണ്ടി ഓടുന്നുണ്ട്. 9 വർഷമായി പക്കയായിട്ട് ഓടുന്നുണ്ട്. ബ്രേക്കിങ്ങും നല്ല എഫക്റ്റീവാണ്. ഫ്രണ്ട് 130 mm ഡ്രം ബ്രേക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡും 130 mm ഡ്രം ബ്രേക്കാണ്. പിന്നെ ഈ ഒരു സീരീസിൽ ഫസ്റ്റ് ടൈമായിട്ട് കോമ്പി ബ്രേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വാഹനമാണ് ഡിയോയും ആക്റ്റീവ് 3G. കോമ്പി ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ ബാക്കിലെയും ബ്രേക്ക് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഒരു അഡീഷണൽ കേബിൾ വെച്ചിട്ട് നമ്മൾ ഏത് സൈഡിലാണ് ഇപ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ചാലും ബാക്കിൽ ബ്രേക്ക് പിടിച്ചാലും പ്രപ്പോർഷണലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ ബ്രേക്ക് കൂടി അപ്ലൈ ആവുകയും പക്കയായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ്, ഓടിക്കുമ്പോൾ ഡീറ്റെയിൽസ്. ബാക്കി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. മൈലേജും കിട്ടും. ഒരു 40-45 എക്സ്പെക്ട് ചെയ്താൽ മതി. ആൾക്കാർ 50 കിട്ടുന്നൊക്കെ പറയും. നിങ്ങളൊന്നും നോക്കണ്ട. 40-45 സെക്കൻഡ് ഹാൻഡ് ഡിയോന് മൈലേജ് കിട്ടുള്ളൂ. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് 2014 ഡിയോക്ക് ഒരു 30 രൂപ 2015 ഡിയോ 2015 ആകുമ്പോൾ കളർ ചേഞ്ച് ചെയ്യും. 2014 വരെ സിംഗിൾ കളറായിരിക്കും. ഒന്നില്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ വൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ഗ്രേ കിട്ടും. 2015 ആകുമ്പോൾ കളർ ഓപ്ഷൻ മാറി HED എഞ്ചിനാവും. മിക്സ് കളർ വരും. വൈറ്റ് റെഡ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ വൈറ്റ്, അല്ലെങ്കിൽ മാറ്റ് ഗ്രേ കളർ ഉണ്ടാവും. പിന്നെ വേറെ ഏത് കളർ കൂടി ഉണ്ട് എനിക്ക് ഓർമ്മയിട്ടില്ല. കുറച്ചും കളർ ഓപ്ഷൻ കിട്ടും. കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. സ്റ്റിക്കർ വർക്ക് കൂടും. സൈഡ് ഫ്രണ്ടിലെ പോർഷനിലും സീറ്റിൻ്റെ താഴേക്കും സ്റ്റിക്കർ വർക്ക് അഡീഷണൽ കിട്ടും. അല്ലെങ്കിൽ 38 രൂപ റേഞ്ച് വരെയും കിട്ടും. 2016 ഈ ഒരു റേഞ്ച് ഈ മോഡൽ തന്നെ ഉണ്ട്. 2017 അവസാനമായപ്പോഴാണ് ചെറിയൊരു മാറ്റം. സ്റ്റിക്കർ വർക്ക് മാറി. പിന്നെ അഡീഷണലായിട്ട് ഹാൻഡിൽ കവറിൽ ലൈറ്റ് വന്നു. ഈ മോഡലെല്ലാം ഹാൻഡിൽ കവറിൽ ലൈറ്റ് ആയിട്ട് റണ്ണിങ് ലൈറ്റ്സ് ഒന്നുമില്ല. ആ മോഡൽ കുറച്ചുള്ള 18-19 വരെ പോയി. അത് പിന്നെയാണ് പുതിയ ഷേപ്പൊക്കെ വന്നിട്ട് മറ്റേ റിയർ ഗ്രാബെല്ലാം മാറി പുതിയ മോഡൽ ഡിയോ ഇറങ്ങിയത്. പിന്നെ 18ആയപ്പോൾ റണ്ണിങ് ലൈറ്റ് കത്തിക്ക് കിടക്കുന്ന രീതിയിലായി. എഞ്ചിൻ മാറി. BS4 എഞ്ചിൻ നമുക്ക് കിട്ടി തുടങ്ങി. ഇതാണ് 2014 ഡിയോ. ഈ ഫ്രണ്ടിൽ പോകണ മഞ്ഞ കളർ ഡിയോ ആണ്. പറഞ്ഞില്ല, അതിന് 100 തന്നെ ഡിയോ ഈ വിളിച്ചിട്ട് ഓടിക്കുന്നു. 2042K വണ്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റൈഡ് റിവ്യൂവിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ സെക്കൻഡ് എടുക്കുമ്പോൾ. ബാക്കി പേപ്പർ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നോക്കുക. വീട്ടിലെ സൈഡിൽ പരിവാഹനിൽ കയറിയിട്ട് ഫൈൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കുക. ഫൈൻ ഉണ്ടെങ്കിൽ അവർ പറയുന്ന പൈസനേക്കാളും ഫൈൻ എമൗണ്ട് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരുമിച്ച് ആർട്ടിഫിഷ്യൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ എന്തായാലും നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.